അപ്പൊ ആദ്യമായിട്ട് തമിഴ് സിനിമയിൽ ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, കണ്ടിട്ടുണ്ടോ? അയാളൊരു പാട്ട് പാടിയിട്ടുണ്ട്, കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞിട്ട്, കേട്ടിട്ടുണ്ടോ? തന്നെ ആ മൂപ്പര പാട്ട് പാടുന്നതിന് മുന്നേ 2-3 ഡയലോഗുകൾ പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ടാലോ? കറക്റ്റ് ആണെന്നെ കൈയടിക്കോ? പക്ഷെ മിമിക്രി ഉണ്ടാകുമ്പോൾ ഒച്ച ഉണ്ടാക്കരുത്, വേറെ ഒത്തും പറയരുത്, ശരിക്കും കേൾക്കണം. റെഡിയല്ലേ? തുടങ്ങല്ലേ? കൺമണി அன்போடு காதலன் நான் எழுதும் கடிதமே இல்லை கடிதாசாட்சி கடிதமைன்னு இருக்கட்டும். எனக்கு என்ன காயம் இருந்தாலும் என் உடம்பு தாங்கிக்கும், உடம்பு தாங்குமாக தாங்காது. மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. ഇഷ്ടായോ? അയ്യടിക്ക് എത്ര നോക്കിക്കണോ? അടുത്തതായിട്ട് അയ്യപ്പനും കോശി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതിലുണ്ട് ഒരു പാട്ട് പാടിയ ഒരു അമ്മച്ചി, പാലക്കാടുള്ള, കേട്ടിക്കണോ? അപ്പൊ ആ ഡയലോഗും പാട്ടായാലോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ നെഞ്ചിയമ്മനോട് ഒരു എന്തേലൊക്കെ ഒന്ന് ചോദിക്കും, എന്നാ അതിനനുസരിച്ച് നമ്മൾ ഉത്തരം തരാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അതാ ചോദിച്ചോളൂ. നെഞ്ചിയമ്മക്ക് കൊമ്പങ്കാട് കോയാരാന്നറിയോ? ഇല്ല മോനെ. കുഞ്ഞാപ്പു ആരാന്നറിയോ? ഇല്ല, എനിക്ക് അറിയില്ല. അപ്പോ നെഞ്ചിയമ്മക്ക് ഏതൊരു പടത്തിൽ പാട്ട് അറിയോ? எனக்கு பாட்டுன்னா ரொம்ப பிடிக்கும். நான் அந்த கொட்டாயில வரும், நான் அந்த பாட்டு பாடி தராவே. ஓகே. கலங்காத சந்தன மேரவது போகா புதுருக்கோ பூ பறிக்கா போகில முதல்ல நாத்தமக்கிறப்போ தானானே தானி நானே தானானே தானினே താനാനേ താനി നാനേ താനാനേ താനിനേ. താങ്ക് യു. അടിപൊളി. അപ്പോ ഇതിലേ ഒരുപാട് ആൾക്കാർ കുറെ നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോ കുറെ ഈ സ്ത്രീകളും അതേപോലെ രക്ഷിതാക്കളും വന്നിട്ടുണ്ട്, കുട്ടികളെ നിർബന്ധ പ്രകാരം വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഓലിന്ന് അവിടെ വരുന്നുണ്ട്, നമുക്ക് അവിടെ പോകണം പറ്റിയെ ഇപ്പച്ചിയെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ വന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈയൊന്നിച്ചാണി നോക്കാൻ സത്യം. ഇത് നമ്മൾ പോണ എല്ലാ സ്ഥലത്തും നിന്ന് കേൾക്കുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയലെന്താണോ, പൊന്നാര കോയാക്ക കുഞ്ഞാപ്പോ നിങ്ങളെ വീട് അല്ലാതെ ഒരു വറ്റ ഒരാൾ തിന്നൂല, അങ്ങനെയൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട്. ചോറ് തിന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ വേണം, കടന്നുറങ്ങണേ നിങ്ങളെ വീഡിയോ വേണം. ചില വല്യമാര് ഞങ്ങളോട് നേരിട്ട് വന്നാണ്ട് പറയും, ഇന്നോടാ പറച്ചില്, എന്തിനാ മനെ അതിനെങ്ങനെ തല്ലണോ, അതിന്റെ ചേരൊക്കെ അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതെ, അതന്നെ ആവും. പക്ഷെ എന്നാലും പിന്നെ തല്ലണ ഇഷ്ടല്ലേ? തല്ലണ ഇഷ്ടാണോ? ആ, അതുകൊണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോയിലുള്ള ഒരു ഡയലോഗ് പാടുകയാണ്, പിന്നെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഈ കുട്ടികളെ പരിപാടി ഉള്ളതാണ്, കൂടുതൽ നേരം നിൽക്കണ്ട. അപ്പൊ എന്ത് ചെയ്യാം, ആ വീഡിയോത്തെ ഡയലോഗ് പറഞ്ഞാലോ? നിങ്ങൾ നമ്മളെ വീഡിയോസ് ഒക്കെ കാണില്ലേ? അങ്ങനെയാണെങ്കിൽ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിനാണോ ഇഷ്ടം, കുമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം? ആണോ? എന്നാ അതങ്ങോട്ട് ചെയ്താലോ ആ വീഡിയോ? സപ്പോർട്ട് ചെയ്യോ? റെഡിയല്ലേ? யாரது? കൊമ്പങ്കാട് പോയ വാതില് തുറക്കേ. ഇന്നേക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞ് വാതില് തുറക്കേന്ന്. ജുമാക്കോ നേരായി. ഉന്നെ കൊണ്ട് அந்த രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിപ്പുളിയെ സൈന വിചാരിച്ച് നടന്നിട്ടില്ല, പിന്നെ ലജ്ജ്. എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഗൈഡൻസ്. അതെ, മോന്തൊക്കെ അടിയില്ല, മോന്തൊക്കെ അടിച്ചിരുന്നോ? അപ്പൊ ശിഖോ ആ ഫോൺ കൊണ്ട് ഞാൻ കുത്തിയൊക്കെ അപ്പൊ ഇതിന് കുതിരവണ്ട പപ്പുവിന്റെ സൗണ്ട് കൂടെ എടുത്തു കൊടുക്കും. ആണ്ടേക്കോട്ടെ, വേണ്ടേ? നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഉണ്ടാക്കും, ഞങ്ങളും ഉണ്ടാക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പപ്പുച്ചേട്ടന്റെ 2 വേർഷൻ നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? പപ്പുച്ചേട്ടൻ
അത് പാട്ടുത്താണ്. ഇന്നെ ശ്രദ്ധിക്കേ പപ്പുചേട്ടന്റെ കേക്കുണ്ടെങ്കിൽ ആ 2 വേർഷൻ ഉണ്ട്. ഒന്ന് കോമഡിയും പിന്നെ ഒന്ന് സങ്കടവും. നിങ്ങൾക്ക് ആദ്യം കോമഡി വേണോ സങ്കടമാണോ? കോമഡി. അപ്പൊ എന്താ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയില് പപ്പുചേട്ടന്റെ 2 ഡയലോഗ് കേൾക്കാം. ഓക്കെ അല്ലേ? കറക്റ്റ് ആണെന്ന് നിങ്ങൾ കൈയടിക്കുവോ? റെഡി? ദാസപ്പോ എന്നെ ശരിക്കും ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിന് എന്തേലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തിന്യ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ഐസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുറിച്ചിട്ടുണ്ട്. എന്റെ തകിടത്ര മോശമൊന്നല്ല. താങ്ക് യു. അടുത്തത് ദി കിങ് അല്ലെ, കിങ് അല്ലേ? ദി കിങ് എന്നുള്ള സിനിമയില് പപ്പുവിന്റെ ഒരു സാഡ് ഉണ്ട്, നല്ല കരയണ ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഡയലോഗ്. അത് അസലായിട്ട് എടുക്കും. നിങ്ങൾ സൈലന്റ് ആയിട്ട് നിന്നാല് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ അല്ലേ? കാശിപ്പോ തുടങ്ങല്ലേ? ഇരുപുറം 2 ആളുകൾ വന്നിട്ട് എന്റെ 2 കൈയും ചവിട്ടിയണ്ട് പിടിക്കും. പിന്നെ ബൂട്ട്സിട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ദാ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കിറാന്ന് വയലൊടിയുന്ന ശബ്ദം. 1 2 മാഷേ, 9 ചവിട്ടി ഒടിച്ചത് 9. അടിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ. പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാത്ത എന്റെ 2 കണ്ണും നിറഞ്ഞുപോയി. താങ്ക് യു. ഇവിടെ ഉള്ളവരൊക്കെ ഉറങ്ങാണ്, കച്ചടിയില്ല, ഒന്നുമില്ല. അസ്സലാമലൈക്കും. ഉറങ്ങല്ലല്ലോ. അടുത്ത നല്ലൊരു പാട്ടും ഡാൻസ് ആയാലോ? സപ്പോർട്ട് ചെയ്യോ? ഒരതിഥി കൂടി വന്നിട്ടുണ്ട്.